നമസ്കാരം, നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ ആറാമത്തെ ദിവസത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ലെഗിൻ്റെ കാലിൻ്റെ വർക്കൗട്ടാണ്. കാലിൻ്റെ മസിലുകൾക്കുള്ള വർക്കൗട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ ആറാമത്തെ ദിവസത്തെ വർക്കൗട്ടിനെ പരിചയപ്പെടുത്താൻ പോയാണ്. ലെഗിൻ്റെ വർക്കൗട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത് ആദ്യം വാമപ്പ് ചെയ്യുക. ലെഗിൻ്റെ വർക്കൗട്ടിന് നമ്മുടെ ബോഡി ബിൽഡിങ്ങിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു വർക്കൗട്ടാണ് ലെഗിൻ്റെ വർക്കൗട്ട്. എല്ലാവരും മടിക്കുന്ന ഒരു വർക്കൗട്ടാണ്, പക്ഷേ ചെയ്തു വന്നാൽ ഏറ്റവും സുഖമുള്ളൊരു വർക്കൗട്ടും ലെഗിൻ്റെ വർക്കൗട്ടാണ്. അതുകൊണ്ട് അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോയാണ്. ലെഗിൻ്റെ വർക്കൗട്ട് ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ബാർ സ്ക്വാട്ടാണ്. ലെഗിൻ്റെ ആദ്യത്തെ വർക്കൗട്ടാണ് ബാർ സ്ക്വാട്ട്. നമ്മൾ സ്ട്രെയിറ്റ് ബാറിൽ വെയിറ്റ് ലോഡ് ചെയ്യുക. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബെൽറ്റ് കെട്ടുക. ബെൽറ്റ് കെട്ടിയതിനു ശേഷം മാത്രമേ നമ്മൾ സ്ക്വാട്ട് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകും. അതുകൊണ്ട് ബെൽറ്റ് എടുക്കുക, ടൈറ്റ് ചെയ്ത് ബെൽറ്റ് കെട്ടിയതിനു ശേഷം മാത്രം. ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പം പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിഗിനേഴ്സ് ആയാലും അല്ലാതെ വർക്കൗട്ട് ചെയ്യുന്ന ആരായാലും ലെഗ് സ്ട്രെയിറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്ത് ബെൽറ്റ് കെട്ടിയതിനു ശേഷം മാത്രം. ആദ്യത്തെ വർക്കൗട്ടാണ് ബാർ സ്ക്വാട്ട്. ബാർ സ്ക്വാട്ട് എന്ന് പറയുമ്പോൾ ബാർ സ്ക്വാട്ടാണ് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ബാർ സ്ക്വാട്ട് നമ്മൾ ഷോൾഡറിൽ ബാർ ടൈറ്റ് ചെയ്ത് കെട്ടിയതിനു ശേഷം എടുക്കുക. കാല് വൈഡ്, ഒരുപാട് വൈഡാകണ്ട, ഒരു ലെവൽ വെച്ചതിന് ശേഷം ഫുള്ളായിട്ട് ഇരിക്കും. ലെഗ് വർക്കൗട്ട് ബാർ സ്ക്വാട്ട് ചെയ്യുമ്പോൾ മാക്സിമം വെയിറ്റ് നമുക്ക് ചെയ്യാവുന്ന മാക്സിമം വെയിറ്റ് ഇട്ട് ചെയ്യാം. എന്നെങ്കിൽ മാത്രമേ മസിൽ ഡെവലപ്പായിട്ട് വരത്തുള്ളൂ. നമ്മുടെ ബിഗിനേഴ്സ് അവർക്ക് ചെയ്യാവുന്ന വെയിറ്റ് ചെയ്യുക. ബാർ സ്ക്വാട്ടിന് പ്രത്യേകത ഹെവി ചെയ്താൽ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബെൽറ്റ് കെട്ടി ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. അടുത്ത നമ്മുടെ ബാർ സ്ക്വാട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് ലെഗ് എക്സ്റ്റൻഷനാണ്. അത് നമ്മൾ മിഷനിലാണ് ചെയ്യുന്നത്. ലെഗ് എക്സ്റ്റൻഷൻ മിഷനാണിത്. ലെഗ് എക്സ്റ്റൻഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ബാക്ക് ടൈറ്റ് ചെയ്ത് ഈ മിഷൻ്റെ സീറ്റിൽ ചാരിയതിനു ശേഷം ലെഗ് എക്സ്റ്റൻഷൻ മാക്സിമം താഴെ കൊണ്ടുവരിക. ഫുള്ള് സ്ട്രെയിറ്റ് ടൈറ്റ് ചെയ്ത് നോക്കുക. കാല് ലെഗിൻ്റെ ലെഗ് സീറ്റ് കണക്ട് ചെയ്ത് ബാക്ക് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഫ്രണ്ട് ലെഗിൻ്റെ ഫ്രണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ട് ലെഗ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇത് 12 നമ്പർ വെച്ച് 3 സെറ്റ് വെയിറ്റ് കൂട്ടി ചെയ്യുക. ലെഗ് എക്സ്റ്റൻഷൻ കഴിഞ്ഞാൽ നമ്മൾ സ്ക്വാട്ടിൻ്റെ വർക്കൗട്ട് ഹാക്ക് സ്ക്വാട്ടാണ്. ഹാക്ക് സ്ക്വാട്ട് നമ്മൾ മിഷനിലാണ് ചെയ്യുന്നത്. ഈ മിഷനിൽ ഹാക്ക് സ്ക്വാട്ട് മിഷനാണിത്. ഹാക്ക് സ്ക്വാട്ട് മിഷനിൽ നമ്മൾ വെയിറ്റ് ലോഡ് ചെയ്യുക. അതിനുശേഷം വർക്കൗട്ട് എങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഹാക്ക് സ്ക്വാട്ട് മിഷനിൽ നമ്മൾ നമ്മുടെ ബാക്ക് മാക്സിമം ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം കാല് ഒരേ പൊസിഷനിൽ വെച്ചതിന് ശേഷം
ഉയർത്തി ലോക്ക് അടിച്ചതിന് ശേഷം ഫുള്ള് സീറ്റായിട്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം, മുട്ട് ഫുള്ള് നൂരൻ ഇങ്ങനെ ലോക്കാകാതെ ഇരിക്കുക, ഫുള്ളിരിക്കുക. ഇവിടെ വരെ വരിക, ഫുള്ള് മുട്ട് നൂരൻ. ഫുള്ള് മുട്ട് നൂന്നാൽ നമുക്ക് അപകടത്തിന് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഫുള്ള് നമ്മൾ ഹാഷ് കോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ഗവനിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന് ശേഷം നമ്മൾ ഉയരുമ്പോൾ നമ്മളെ മുട്ട് നൂരാതെ ഒരു സ്വല്പം ബെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിൽക്കാവൂ. ബെൻഡ് ചെയ്ത് ഫുള്ള് നൂന്നാൽ അത് അപകടത്തിന് വഴി ഉണ്ടാക്കും. അതുകൊണ്ട് ഫുള്ള് നൂരാതെ കളിക്കുക. അതേപോലെ ഇത് പ്രത്യേകം ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഹാഷ് കോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ട്രെയിനറെ കൂടെ നിർത്തി നിങ്ങൾ ഹാഷ് കോട്ട് ചെയ്യും. അടുത്ത ലെഗിൻ്റെ അടുത്ത വർക്കൗട്ടാണ് ലഞ്ചസ്. ലഞ്ചസ് എന്ന് നമ്മൾ ഡമ്പൽ എടുക്കുക. ഈ പൊസിഷനിൽ നിന്നിട്ട് ബാക്കിലെ കാല് ബെൻഡ് ചെയ്യും. യാതൊരു കാരണവശാലും നമ്മുടെ ഫ്രണ്ട് മുട്ട് മുമ്പോട്ട് വരരുത്. ഈ 90 ഡിഗ്രി ആംഗിൾ കയറി നിൽക്കുക, ഇങ്ങനെ നടക്കുക. ലഞ്ചസ് വർക്കൗട്ട് പറയും. നമ്മൾ ലെഗ് വയ്ക്കുക. ഫ്രണ്ട് കാല് നമ്മൾ പ്രത്യേകം ഫ്രണ്ട് കാല് ഇങ്ങനെ മുമ്പോട്ട് പോകാതെ ഫ്രണ്ട് കാല് 90 ഡിഗ്രി ആംഗിൾ, ബാക്ക് കാല് മാത്രം മടക്കുക. ഇതാണ് ഇതിൻ്റെ പൊസിഷൻ. ഇതാണ് ലഞ്ചസ്. ഇതിൻ്റെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ലെഗ് കേളാണ്. ലെഗ് കേളെന്ന് പറയുന്നത് നമ്മൾ ഹാംസ്ട്രിങ്ങിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ്. ലെഗിൻ്റെ ബാക്ക്, ഈ ബാക്ക് മസിലിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ് ലെഗ് കേൾ. അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ കവടിന്ന് കിടന്നിട്ട് കാലിൻ്റെ ബാക്ക് കൊണ്ട് വെയിറ്റ്, അതിൻ്റെ ബാക്ക് കൊണ്ട് വെയിറ്റ് കൊടുക്കും. അതിലാണ് ഇതാണ് ലെഗ്. ഹാംസ്ട്രിങ്ങിന് വേണ്ടിയുള്ള കാലിൻ്റെ ഹാംസ്ട്രിങ്, കാലിൻ്റെ ബാക്ക് മസിലിന് വേണ്ടിയുള്ള വർക്കൗട്ട്. അടുത്ത ലെഗ് പ്രസ്സാണ്. ലെഗ് പ്രസ് ചെയ്യുന്നത് നമ്മൾ ലെഗ് പ്രസിൻ്റെ മിഷനുണ്ട്. ലെഗ് പ്രസിൻ്റെ മിഷനിലാണ് നമ്മൾ ലെഗ് പ്രസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ലെഗ് വെയിറ്റ് ലോഡ് ചെയ്യാൻ പോയാണ്. ഞാൻ വെയിറ്റ് കുറച്ച് ലോഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് മാക്സിമം വെയിറ്റ് നിങ്ങൾക്ക് പോകുന്നത് നിങ്ങളുടെ കാലിൽ നിൽക്കുന്ന വെയിറ്റ് വെച്ച് തന്നെ ലെഗ് പ്രസ് ചെയ്യണം. ഹെവി വെയിറ്റ് ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബിഗിനേഴ്സ് യാതൊരു കാരണവശാലും ഹെവി വെയിറ്റ് ഇട്ട് ചെയ്യുക. അത് നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി ഫുള്ള് താത്തുക. ഫുള്ള് താത്തതിന് ശേഷം ഫുള്ള് പൊങ്ങൽ, ഫുള്ള് മുട്ട് യാതൊരു കാരണവശാലും മുട്ട് നൂരാൻ പാടില്ല. ഇതാണ് ലെഗ് പ്രസ്. കാലിൻ്റെ ഹാംസ്ട്രിങ്, ഫ്രണ്ട് മസിലിനും ഹാംസ്ട്രിങ്ങിനും വേണ്ടിയുള്ളതാണ് ലെഗ് പ്രസ്. അടുത്ത നമ്മൾ ലാസ്റ്റ് വർക്കൗട്ട് കാഫിൻ്റെ ലെഗിൻ്റെ ലാസ്റ്റ് വർക്കൗട്ടാണ് കാഫ് മസിൽ. അത് നമ്മൾ മിഷനിലാണ് ചെയ്യുന്നത്. കാഫ് വർക്കൗട്ട് ചെയ്യുന്ന മിഷനുണ്ട്. ഞാൻ വെയിറ്റ് ലോഡ് ചെയ്യാൻ പോയാണെങ്കിൽ ലെഗിൻ്റെ ലാസ്റ്റ് വർക്കൗട്ടാണിത്. കാഫ് മസിലിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ്. അതെങ്ങനെ ചെയ്യുന്നുള്ള നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോയത്. മാക്സിമം നമ്മുടെ ഫിംഗറിൽ പ്രസ് ചെയ്ത് ഉപ്പൂറ്റി പൊക്കുക. അതാണ് കാഫ് മസിലിൻ്റെ വർക്കൗട്ട്.
ഈ ആഴ്ചയിൽ സീരീസിലെ ലാസ്റ്റ് വർക്കൗട്ടാണ് നമ്മൾ ലെഗിൻ്റെ വർക്കൗട്ട്. അതാണ് ഞാൻ നിങ്ങളെ ഇവിടെ ഇന്ന് പരിചയപ്പെടുത്തിയത്. ഈ ലെഗിൻ്റെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ബിൽഡറുടെ ഏറ്റവും ലുക്കുള്ള ഒരു ഭാഗമാണ് ലെഗ്. ഈ ലെഗ് വർക്കൗട്ട് യാതൊരു കാരണവശാലും നമ്മൾ ഡിലേ ആക്കരുത്. എല്ലാ പ്രാവശ്യവും എല്ലാ ആഴ്ചയിലും നമ്മൾ ലെഗിൻ്റെ 2 ദിവസമെങ്കിലും ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ ലെഗ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി സ്ട്രോങ് ആവത്തുള്ളൂ. അപ്പം നമ്മുടെ ബോഡി വെയിറ്റ് മൊത്തം നമ്മുടെ ഈ ലെഗിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കാലിൻ്റെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെവി വർക്കൗട്ട് ചെയ്ത് എപ്പോഴും നല്ല സ്ട്രോങ് ആക്കി നിർത്തുക. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ കാലിന് വർക്കൗട്ട് ചെയ്ത് കാല് സ്ട്രോങ് ആക്കുക, ലെഗ് സ്ട്രോങ് ആക്കുക. നമ്മുടെ ലെഗ് എത്രത്തോളം സ്ട്രോങ് ആകുമോ അത്രത്തോളം ബോഡി നമ്മൾ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ലെഗ് വർക്കൗട്ട് ചെയ്യുക. കാരണം ലെഗ് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ പ്രയാസപ്പെട്ട ഒരു വർക്കൗട്ടാണ് ലെഗ് വർക്കൗട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും മടിക്കുന്ന നമ്മുടെ ഒരു ബോഡി ബിൽഡർ ഏറ്റവും കൂടുതൽ മടിക്കുന്ന ഒരു വർക്കൗട്ടാണ് ലെഗ് വർക്കൗട്ട്. അതുകൊണ്ട് അതിന് മടി വരാതെ നിങ്ങൾ മാക്സിമം ആഴ്ച 2 ദിവസമെങ്കിലും ലെഗിന് വർക്കൗട്ട് ചെയ്ത് ലെഗ് സ്ട്രോങ് ആക്കുക. ഈ ആഴ്ചയിലെ ലാസ്റ്റ് വർക്കൗട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്, ലെഗിൻ്റെ വർക്കൗട്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.